Hi. So today is the shoulder day. നമ്മൾ വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈസ് കേക്ക് അല്ലല്ലോ ഇതെന്ന് പറയും എനിക്കറിയണം. അപ്പോൾ ഇതും കഴിച്ച് നമ്മൾ ഒരു കാർബ് ലോഡ് ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ ഡേ തുടങ്ങാൻ പോവുകയാണ്. സോ നമുക്ക് തുടങ്ങാം. Just get a stretch. These are warm-ups. These are like warm-ups. Two. One. Yeah. 3, 4, 5, 6, 52. നമുക്ക് അത്രയൊന്നും അടിക്കാൻ പറ്റില്ല. ഇതാണ് ഗൈസ് മിഥുൻ ചാൻ്റെ വ്ളോഗിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്. നടൻ തുടങ്ങാം. Let's go for machine dumbbell. Machine shoulder press. Let's start with 20 kg each shoulder. Towel മുഖ്യം. അടിപൊളി. Let's start. നമ്മൾ ടവൽ കാര്യമൊന്നുമില്ല. പറ്റില്ല. Oh my god. കറൻറ്റ്ലി എനിക്ക് തോന്നുന്നു ഞാനിപ്പം സ്ട്രെങ്ത് ട്രെയിനിങ് ആണ് ഞാനിപ്പോൾ കൂടുതലും ചെയ്യണത് നല്ല വെയിറ്റ് എടുക്കാനാണ് നോക്കുന്നത്. പക്ഷേ പഴയ രീതിയിലുള്ള വെയിറ്റ് ഒന്നും എനിക്കിപ്പോൾ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ 85 kg നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോയിൽ ഞാൻ 85 kg ആണ് ഇന്നലത്തെ വീഡിയോയിൽ. പക്ഷേ ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ അറൗണ്ട് 75 kg മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് മൈ അച്ചീവ്മെൻറ്റ്. ബിക്കോസ് 10 kg ഞാൻ ലെഫ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു വെക്കേഷനിടയിൽ. ദാറ്റ്സ് എൻ്റെ തന്നെയാണ്. പിന്നെ എനിക്ക് പറഞ്ഞു തന്ന ചാട്ടൻ മിഥുൻ ചാട്ടൻ, പിന്നെ സൂര്യചാട്ടനാണ് എനിക്ക് കുറേ പറഞ്ഞു തന്നത്. പിന്നെ കുറച്ച് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. സോ പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ്, സാക്കറ്റ് കുക്കിൽ ദ ഇൻഫ്ലുവൻസ് മീ. പണ്ട് നിങ്ങൾ ഈ ഷോർട്സ് കണ്ടില്ലേ, ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നതിന് മുന്നേ ഉള്ള അത് ആ സമയത്ത് അറൗണ്ട് 10 പുഷപ്സ് എടുക്കാൻ ഞാൻ പാടുപെടുമായിരുന്നു. ഇപ്പം കറൻറ്റ്ലി എനിക്കിപ്പം 40 പുഷപ്സ് എടുക്കാൻ പറ്റും. 40 പുഷപ്സ് എടുക്കാൻ പറ്റും. സോ ഇറ്റ്സ് മൈ അച്ചീവ്മെൻറ്റ്. കാര്യം ഞാൻ എന്നെ ട്രെയിൻ ചെയ്ത മിഥുൻ ചാട്ടൻ, പിന്നെ ഞാൻ ഇത് മൂന്നും ഇല്ലായിരുന്നെങ്കിൽ ഐ കാൺ ബി ലൈക്ക് ദിസ്. ചിലർ പറയും ഞാൻ ഒന്നും ഓർമ്മയില്ല, പഴയ ലുക്ക് തന്നെ. ചിലവർ പറയും നീ നല്ല ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറയും. ഓരോ ആൾക്കാർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും. ഇപ്പം ഞാൻ കാണുന്ന പോലെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഇപ്പം മൊബൈലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നെ കാണുമ്പോൾ കുറച്ചും കൂടി മെലിഞ്ഞിരിക്കും. പക്ഷേ വേറൊരാൾ അവരെ ഐ കോണ്ടാക്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വണ്ണം കാണും. ചിലപ്പം ചാൻ്റെ ഐഫോൺ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി മെലിഞ്ഞിരിക്കണം. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി ബൾക്കി ലുക്ക്, മസ്കുലർ മാസൊക്കെ ഉള്ള ഒരാളെ പോലെ തോന്നുന്ന ചാൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതാണ് കാര്യം. ഇപ്പം ഇപ്പോഴും എൻ്റെ അടുത്ത് പറയണവരുണ്ട് കുറേ പേര്. എനിക്ക് 2-3 പേര് പറയാറുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ ജിമ്മിൽ പോകണം തോന്നില്ലല്ലോ, കൈ കിട്ടിയ ഞാൻ എന്തോ പറയാമെന്ന് പറയാനോ വൈ. എനിക്ക് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആണ് ആവണം. എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന ലെവൽ ഓഫ് ബോഡി തൊട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയും എത്താനുണ്ട്.
സോ അങ്ങനെ കേൾക്കുമ്പോൾ കുറച്ചും കൂടി മോട്ടിവേറ്റ് ആകും, കുറച്ചും കൂടി ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും, കുറച്ചും കൂടി ഹാർഡായിട്ട് ഡയറ്റ് ചെയ്യാൻ തുടങ്ങും, ഡയറ്റ് കറക്റ്റ് ആകാൻ തുടങ്ങും. ലുക്ക് ഞാൻ ചെയ്യുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ആരെങ്കിലും തന്ന് അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എഴുതി വെച്ച് ചെയ്യുന്ന ഒരു ഡയറ്റല്ല. അത് കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ എഴുതി തന്ന ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ അത് നിർത്തും. അതിന് ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഒരേപോലെ ഫുഡ് വെക്കില്ല. കാര്യം അമ്മ ടീച്ചറായതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വരും ചില ദിവസം, പെട്ടെന്ന് പോകേണ്ടി വരില്ല ചില ദിവസം. സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതാവും. നമുക്കിപ്പോൾ അടുത്ത സെറ്റായി. സോ വെയിറ്റ് ആഡ് ചെയ്യും. സെൽറ്റയിൽ ഞാൻ കൂടുതൽ ചെയ്യണത് ഡമ്പലാണ്. സോ ഡമ്പലിന് ഞാൻ 30 kg ഈച്ച് പോകാറുണ്ട്. Yeah, 3, 2, yes, 1. Good. സോ നമുക്ക് ലാറ്ററൈസ് ചെയ്യാം. അപ്പം നിന്നും ചെയ്യാം, ഇരുന്നും ചെയ്യാം, നമുക്ക് ചെസ്റ്റ് സപ്പോർട്ടഡും ചെയ്യാം. ഞാനിപ്പോൾ ചെസ്റ്റ് സപ്പോർട്ടഡാണ് ചെയ്യണത്. കാര്യം ചെസ്റ്റ് സപ്പോർട്ടഡ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം വരില്ല. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ നേരത്തെ വീഡിയോ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ആവുന്നുണ്ടെന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് അറിയാം ഈ ചെസ്റ്റ് വെച്ചിട്ട് ചെയ്യണത്. ബട്ട് നമുക്ക് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വെയ്റ്റ്സ് കൊണ്ടുപോകാൻ പറ്റും. ആ സമയത്ത് ഞാൻ ഒരു സ്ട്രെങ്ത് ബിൽഡിങ്ങിനുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വെച്ചാൽ വെയിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്തൊരു ബിഗ് തിങ് ആയിരുന്നു. ഇപ്പം എനിക്കതൊരു തിങ് അല്ല. കാര്യം വെയിറ്റ് എടുക്കണം, ഓക്കെ, നോർമൽ വെയ്റ്റ്സ്. സോ അതുകൊണ്ടാണ് ടുഡേ നേരത്തെ തൊട്ട് ചെസ്റ്റ് സപ്പോർട്ടാണ്. സോ വഹിക്കാം, ഇങ്ങനെ ഒരു സാധനം വരാതിരിക്കാൻ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് 5 kg. എന്നിട്ട് നമുക്ക് 2.5 വെച്ച് നിന്നിട്ട് നോർമലായിട്ടുള്ള സ്റ്റാൻഡിങ് ഇതും കൂടി ചെയ്യാം, ആ ഒരു ഫെയിൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, 2, 3, 4. ഞാൻ ഒരു ഊഹത്തിലാണ് നിൽക്കുന്നത്, കാണാമെന്ന് എനിക്കുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ ജസ്റ്റ് 1 ഫുൾ വേണ്ട, 2, 3, 4, 5, 6. നമുക്ക് ഏറ്റവും കൂടുതൽ ഷോൾഡർ എന്തോ ചെയ്താലും കൂടുതൽ ലാറ്റർ റൈസ് അല്ലെങ്കിൽ ഫ്രണ്ട് റൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഷോൾഡർ കത്തും. എന്ന് വെച്ചാൽ ഒരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഷോൾഡറിൽ. അത് നമുക്ക് ഷോൾഡർ വർക്കൗട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ലാറ്റർ റൈസ് ഷോൾഡർ പ്രസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷോൾഡർ ഇങ്ങനെ തൊട്ട് നോക്കിയത്, അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഹീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ചെക്കൗട്ട് വെയിറ്റ് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഷോർട്സ് ആയിട്ട് അങ്ങ് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ എനിക്കതൊരു കണ്ടൻറ്റും ആവും, മനസ്സിലായേ? പിന്നെ നിങ്ങൾ അന്ന് കണ്ടതിനേക്കാളും ഞാൻ വണ്ണം കുറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ലുക്കല്ല, അങ്ങനെയൊന്നും പറയില്ല, കുറച്ചും കൂടി മസ്കുലറായി ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ വണ്ണം കുഴഞ്ഞു എന്നൊക്കെ തോന്നുന്നു. ഇതൊന്ന് കമൻറ്റ് ചെയ്യണേ. ബിക്കോസ് അതൊക്കെയാണ് എൻ്റെ ഒരു എനിക്കിത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരും. എന്നുവെച്ചാൽ നിങ്ങൾ കാണുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും പറയും. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. 7.5. ജസ്റ്റ് മിസ്. ഓളായിട്ട് പോ. അയ്യോ, ജസ്റ്റ് മിസ് ആയിരുന്നു. നിങ്ങൾക്കൊരു ബ്ലൂപ്പർ കിട്ടിയത്. Enough to shoulders കാണാം. Shoulders. Who's it? Can you see up my shoulders? നല്ല പമ്പുണ്ട്, അത്യാവശ്യം നല്ല പമ്പുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കട്ടിങ് ലുക്കുണ്ട്, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കട്ട് ലുക്കുണ്ട്. സ്ട്രെയിറ്റ് ഇങ്ങനെ നോക്കിയാൽ
ഒരു ലുക്കും ഇല്ല. ഒരു ലുക്ക് ഉണ്ടെങ്കിൽ ഫാറ്റ്സ് കട്ട് ചെയ്ത് അത്യാവശ്യം കൂളർ ലുക്കായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ബൈ ദ വേ, ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് ദിസ്, ബിക്കോസ് ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചേ പറ്റൂ. കാര്യം വെള്ളം നമുക്ക് ബോഡിക്ക് നല്ലതാണ്. ഇപ്പം നിങ്ങളിപ്പം ഒരു പ്രോട്ടീൻ ഉപയോഗിക്കണമെങ്കിലും ക്രിയേറ്റിൻ ഉപയോഗിക്കണമെങ്കിലും എല്ലാം വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒരു സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വെള്ളമാണ്. സോ ഡോണ്ടൊന്നുമില്ല, കുടിക്കുക എപ്പോഴും. ഓക്കെ, നമ്മളൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു ആളാണ് എന്ന് വെച്ചാൽ ജിമ്മിൽ പോകാൻ തുടങ്ങിയതേ ഉള്ളൂ, ബോഡി ആവണതേ ഉള്ളൂ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ജിമ്മിൽ ഒന്നും ആവുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് തിങ്ക് ദിസ്, വിട്ടുകളയാണ്. ഓക്കെ, വെറുതെ വിട്ടുകളയാണ്, മറ്റതല്ല, വിട്ടുകളയാണ്. ജസ്റ്റ് ഗോ ഹെഡ്. അതൊന്നും കേൾക്കണ്ട. അതൊരു മോട്ടിവേഷനായിട്ട് വേണമെങ്കിൽ എടുത്തോ, ബട്ട് അത് നിങ്ങൾ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് എടുക്കല്ലേ. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എടുക്കാനുള്ള ടൈം മാത്രമേ കാണുള്ളൂ. എനിക്കറിയാം ഞാൻ പറയുന്നത് ഇച്ചിരി ഹൈപ്പ് സാധനങ്ങളാണ്, ബട്ട് എനിക്കൊരു അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു സാധനങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, സോ ഇതൊന്ന് ആലോചിച്ചോ. നിങ്ങൾ ഫെയിലിയറാണ് കുറേ പേരാണ്, പക്ഷേ നിങ്ങൾ വിക്ടറി ആണ് കുറച്ച് പേരാണ്. ഓക്കെ, നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം കുറേ പോകും, റെസ്റ്റും കൂടുതലായിട്ട്. 45 kg ഇടാം. 45 kg ഇട്ട് റെയർ ചെയ്യാം. ഞാൻ റെയർ 2 സെറ്റ്സേ കൊടുക്കാറുള്ളൂ, ബിക്കോസ് നമ്മൾ ഷോൾഡർ ഡേക്കും കൊടുക്കാറുണ്ട് വർക്കൗട്ട്, ഷോൾഡർ ഡേയിലും കൊടുക്കുന്ന വർക്കൗട്ട്, അല്ലാതെ ബാക്ക് ഡേൻ്റെ ഒന്നും റെയർ കൊടുക്കുന്നുണ്ട്. ഒരു പ്രോട്ടീൻ വന്നു, ഒരു പൂച്ച പ്രോട്ടീൻ. നിങ്ങൾ ഫെയിൽ ചെയ്യുക, ഞാനിപ്പോൾ ഫെയിൽ ചെയ്യുന്നില്ല, കാരണം പിറ്റിപ്പോൻ ടൈമായി. അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത് വ്ലോഗ് തിരിയറായി. സോ യെസ്, ഇപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഷക്സ് ഉണ്ട്, അത് ഞാൻ എന്തായാലും ഇപ്പോൾ കാണിയില്ല, കാര്യം ടൈമില്ല, ഞാൻ പറഞ്ഞല്ലോ. സോ ഷക്സും വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഒരു ടൈം നല്ല രീതിയിൽ ടൈം വേണം, എന്നാലേ വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇത് വരുള്ളൂ. പിന്നെ സ്റ്റാർട്ടായി കിട്ടാനും പാടാണ്. സോ ഷക്സ് ഞാൻ വേറെ സ്ഥിതിക്ക് പാസ് ചെയ്യുന്നു, ബിക്കോസ് ടൈമില്ല ഗൈസ്, ഇത്ര സ്ഥലത്ത് ടൈമില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക. എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാകും, ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഈ വർക്കൗട്ട് സ്പ്ലിറ്റ് മാറ്റണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് കൂടി ചെയ്താൽ ഓക്കെ. സോ യൂസ് ടു